സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം നിറവേറ്റാൻ പലരും പൊന്നിന്റെ വില കൊടുത്ത് സ്ഥലം വാങ്ങിക്കാറാണ് പതിവ്. എന്നാൽ വാങ്ങിയ സ്ഥലത്തിന് പലപ്പോഴും ഗുണത്തെക്കാളേറെ ദോഷമാണ് പലരും ചൂണ്ടിക്കാണിക്കാറ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ പ്ലോട്ടിന്റെ പരിമിതികൾ മറികടന്ന് എങ്ങനെ നല്ലൊരു വീട് വയ്ക്കാമെന്നതാണ് ഓരോ വ്യക്തിക്കും ചെയ്യാവുന്ന കാര്യം. സ്മാർട്ട് ഹോമിന്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ട്രെൻഡ്സിന് പുറമെ പോകാതെ ഗൃഹനാഥന്റെ ഇഷ്ടങ്ങളെ മാത്രം കൂട്ടുപിടിച്ച് നിർമ്മിച്ച ഒരു ചെറിയ വലിയ വീട്. ജീവിത രീതി, ചുറ്റുപാട്, സ്ഥലപരിമിതി, കാലാവസ്ഥ ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ വീടിന് പുണർദം എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലെ കൃഷ്ണപ്രസാദിന്റെയും ഭാര്യ വിദ്യയുടെയും സ്വപ്ന ഭവനമാണിത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഈ വീട് 3 സെന്റിൽ 1400 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിന് മെയിനായിട്ട് 2 എൻട്രൻസുകളാണുള്ളത്. നമുക്ക് ഈ വശത്തെ എൻട്രൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാറിലൊക്കെ വരാൻ പറ്റുന്ന ഒരു വലിയ ഗേറ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ എൻട്രൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള പടിപ്പുര എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഒരു ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. വീടിന്റെ എലിവേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ട്രഡീഷണൽ ആയിട്ടാണ് ഇവിടെ എലിവേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വീടിനെ മറ്റു വീടുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നമ്മൾ പണ്ട് കാലത്ത് കാണാറുള്ള തറവാട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പോലെയുള്ള സോപാനം ഇവിടെ ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്തു പറയാം. GI പൈപ്പുകളാണ് ഈ സോപാനത്തിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് എല്ലാ ജനലുകളോടും അറ്റാച്ച് ചെയ്തിട്ട് ഒരു ട്രഡീഷണൽ സ്ലോപ്പ് സൺഷെയ്ഡ് കാണാൻ സാധിക്കും. മിക്ക വീടുകളിലും അലങ്കാര ചെടികൾ വെക്കാൻ ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ശുദ്ധമായ വായു ഉറപ്പു നൽകാനും അതോടൊപ്പം തന്നെ ചൂട് ഗണ്യമായി കുറയ്ക്കാനും ഇവയ്ക്ക് സാധിക്കും. ഇത്രയും ചെറിയ ഒരു പ്ലോട്ടിൽ ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സ് കൂടെ വെച്ചിട്ടാണ് ഈ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ചെറിയ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള സിറ്റ് ഔട്ട് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഒരു വുഡൻ ഫിനിഷിലുള്ള ഒരു പാനൽ വർക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു സ്റ്റോൺ ഫിനിഷിലുള്ള ഒരു പില്ലേഴ്സും കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഡോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ തേക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡബിൾ ഡോർ ആയിട്ടുള്ള തേക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകളിലേക്ക് പോകാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വീടിന്റെ സെൻട്രൽ ഹാളിലേക്കാണ്. മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് വീടിന്റെ അകത്തളങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള എലിവേഷൻ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ വീടിന്റെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഇന്റീരിയേഴ്സ് ത്രൂ ഔട്ട് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻട്രൽ ഹാളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ റൂമിലേക്കുള്ള ആക്സസ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സെൻട്രൽ ഹാളിലേക്കാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് കാണാം, റൂമിലേക്ക് ആയിക്കോട്ടെ, കിച്ചണിലേക്ക് ആയിക്കോട്ടെ, നമ്മൾ അപ്സ്റ്റെയറിലായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ആക്സസ് എന്ന് പറയുന്നത് ഈ ഒരു സെൻട്രൽ ഹാളിൽ നിന്നാണ്. നമുക്ക് ഈ ഒരു സ്പേസിലേക്ക് നോക്കുകയാണെങ്കിൽ കയറി വരുമ്പോൾ തന്നെ ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് സ്പേസിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളതെന്ന്. എന്നാൽ 2 സൈഡിൽ നിന്നും നമുക്ക് TV ഒരേപോലെ അറ്റ് എ ടൈം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെയാണ് TV സെറ്റ് ചെയ്തിട്ടുള്ളത്. ടിവിയുടെ നേരെ അടുത്തായിട്ട് നമുക്കൊരു പ്രെയർ ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു പൂജാമുറിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മൾട്ടി വുഡിൽ ഗ്രെയിൻസ് വർക്കാണ് ഇവിടെ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫോൾ സീലിംഗ് ആണ്. എന്താ പറയുക, ഒരു ചതുരത്തിലുള്ള ഒരു ഫോൾ സീലിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് LED ലൈറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസിനെയും ഡൈനിങ് സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മുകളിൽ പ്ലൈവുഡിൽ മൈക്ക ഉപയോഗിച്ചുകൊണ്ട് ജാലി കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം.
ഒരു വീടെന്ന ആശയവുമായി ക്ലയൻറ്റ് ഞങ്ങളെ സമീപിക്കുമ്പോൾ അവർക്ക് ഞങ്ങളുടെ മുൻപിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ, ഇതിൻ്റെ എക്സ്റ്റീരിയർ ഇതൊരു ട്രഡീഷണൽ കേരള ഡിസൈൻ ആയിരിക്കണമെന്ന് അവർ പ്രത്യേകം നിർദ്ദേശിക്കുകയുണ്ടായി. അത് ഞങ്ങൾ ഏറ്റെടുത്തു. അത് ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചിരിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നൊരു വെല്ലുവിളി എന്ന് വെച്ചാൽ ഒരു 3 സെൻറ്റിൽ നിൽക്കുന്ന ഈ ഒരു പ്ലോട്ട്, ഇതിൽ അവരുടെ എല്ലാ ആവശ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ട്രഡീഷണൽ സ്റ്റൈലും ഈ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും അവർ നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിക്കുക, അതും ഇന്ന് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഈ വീട്ടിൽ ടോട്ടൽ 3 ബെഡ്റൂംസ് ആണുള്ളത്. താഴത്തെ നിലയിൽ ഗസ്റ്റ് ബെഡ്റൂം, മുകളിലത്തെ നിലയിൽ മാസ്റ്റർ ബെഡ്റൂം ആൻഡ് കിഡ്സ് ബെഡ്റൂം. ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു ഗസ്റ്റ് ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉണ്ട്. ബെഡ്റൂമിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോമൺ ബാത്റൂമിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു വാഷിംഗ് ഏരിയ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലൊരു വുഡൻ ടൈൽ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. വുഡൻ ഫിനിഷിലുള്ള ടൈൽ വർക്ക് ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനോട് കൂടി തന്നെ നമുക്കൊരു മിറർ, ഫുൾ സൈസ് മിററും കാണാൻ സാധിക്കും. ഇനി നമുക്ക് കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഒരു കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കിത് ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റു വീടുകളിലൊന്നും കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കൗണ്ടർ തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന് കൂടുതൽ മനോഹരമാക്കുന്നത് ഇതേ ഇവിടെ ഒരു യെല്ലോ കളർ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു കിച്ചണിനെ ത്രൂ ഔട്ട് വളരെ അട്രാക്റ്റീവ് ആക്കുന്നത്. പിന്നെ നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ തീമിലുള്ള വെട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് നോക്കുകയാണെങ്കിൽ താഴെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ മുകളിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. വളരെ ചെറിയ സ്പേസിലാണ് ഈ ഒരു കിച്ചൺ എന്നുണ്ടെങ്കിൽ പോലും വളരെ കൂടുതൽ യൂട്ടിലിറ്റി, എല്ലാ സ്പേസും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മുകളിലേക്കുള്ള സ്റ്റെയർ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സ്പേസ് കോംപ്രമൈസ് ചെയ്യാതെയാണ് ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറിലേക്ക് നോക്കുമ്പം ഇവിടെ നമ്മുടെ ഹാൻഡിൽ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റീലാണ്. പിന്നെ നമ്മൾ ഫ്ലോറിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റെപ്പിൽ ത്രൂ ഔട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒട്ടും സ്പേസ് പോക്കാതെ തന്നെ അടിപൊളിയായിട്ട് ഒരുപാട് ഫാമിലീസിൻ്റെ ഒക്കെ കുറേ ഫോട്ടോ ഫ്രെയിംസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഏരിയയിലും അടിപൊളിയായിട്ടുള്ള കുറച്ച് പെയിൻറ്റിങ് വർക്ക്സും കാണാൻ സാധിക്കും. സ്റ്റെപ്പ് കയറി നമ്മൾ എത്തുന്നത് ലാൻഡിങ് സ്പേസിലാണ്. അവിടെ നമുക്ക് അതിമനോഹരമായിട്ടുള്ള പർഗോള കാണാൻ സാധിക്കും. ഐ തിങ്ക് ഒരു ഡിഫറെൻറ്റ് കളറായിട്ടുള്ള ഒരു ഗ്ലാസ് ഫിനിഷിലാണ് ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പകൽ സമയങ്ങളിൽ സൂര്യൻ്റെ പ്രകാശം കാരണം ആ ഒരു ഡിഫറെൻറ്റ് കളർ നമുക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് മുകളിലെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്റ്റെപ്പ് കയറി നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പർ ലിവിങ് ഏരിയയിലാണ്. ഈ ഒരു അപ്പർ ലിവിങ് ഏരിയയിൽ സെൻട്രലായിട്ട് ഇവിടെ വലിയൊരു TV സെറ്റ് ചെയ്തിട്ടുണ്ട്.
TV നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു TVയുടെ അണ്ടറിലായിട്ട് നമുക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു മോളത്തെ ബെഡ്റൂം എന്ന് പറയുന്നത് 2 ബെഡ്റൂംസ് ആണ്. കിഡ്സ് ബെഡ്റൂമും പിന്നെ അതേപോലെ തന്നെ ഫാമിലി ബെഡ്റൂമും. ഇതിലേക്ക് രണ്ടിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് ഈ ഒരു ഹാളിൽ നിന്നാണ്. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഡിഫറെൻറ്റ് കളറിലുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിനെ കൂടുതൽ മനോഹരമാക്കുന്നത് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ള LED ലൈറ്റ്സ് കൂടിയാണ്. ഈ ഒരു അപ്പർ ലിവിംഗ് ഏരിയയോട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇവിടെ ബാൽക്കണിയും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ എലിവേഷനിൽ നിന്ന് നോക്കിക്കണ്ട ആ ഒരു ബാൽക്കണിയാണ് ഇത്. വളരെ ട്രഡീഷണൽ ആയിട്ടാണ് ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈവനിങ്ങിലൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്ന, ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത്. ഈ വീടിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും തുടക്കം മുതൽ തന്നെ ക്ലയൻറ്റിൻ്റെ അവരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്ലാനും, വ്യക്തമായൊരു പ്ലാനും ഡിസൈനും എല്ലാം അവരെ മുന്നിൽ വെച്ച്, അതുപോലെ വീടിൻ്റെ ഓരോ നിർമ്മാണ ഘട്ടങ്ങളിലും അവരുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് അവരുടെ പല മാറ്റങ്ങൾ വേണ്ടതെല്ലാം വരുത്തിക്കൊണ്ടും പല വെല്ലുവിളികളും നേരിട്ടുകൊണ്ടാണ് ഇന്ന് ഈ ഒരു കുറഞ്ഞ ഒരു സ്ഥലത്ത് ഈ വീട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. ഇന്ന് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ്. അത് പുറത്തുനിന്ന് നോക്കുന്ന വീട് ഉള്ളിൽ അകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ എല്ലാ ഭാവങ്ങളും മാറിയതായിട്ട് കാണാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള ഒരു കട്ടിൽ ഇവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ഹെഡ് സ്പേസിലായിട്ട് ഇവിടെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റോറേജ് സ്പേസിനെ ഏറ്റവും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വാൾ സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾപേപ്പർ തന്നെയാണ് ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. പിന്നെ ഇതും സെയിം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെയും നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. നമ്മുടെ കിഡ്സ് ബെഡ്റൂം എന്ന് പറയുമ്പോൾ തന്നെ ഇതാ ഒരുപാട് ടോയ്സ് ഒക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ 2 പേർക്ക് അറ്റ് എ ടൈം കിടക്കാനുള്ള പാകത്തിലാണ് ഈ ഒരു കട്ടിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കട്ടിലിൻ്റെ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോയ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോറേജ് സ്പേസിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡ്രസ്സിങ് ചെയ്യാനുള്ളൊരു സ്പേസ് ആണ്. നമുക്കിവിടെ അടിപൊളിയായിട്ടുള്ള ഒരു മിററും കൂടെ ഇവിടെ കാണാൻ സാധിക്കും. ഈ റൂമും എല്ലാ റൂമുകളെ പോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ഈ ഒരു കട്ടിലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബുക്ക് ഷെൽഫാണ്. ഇവിടെ ഒരുപാട് ബുക്സുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് പഠിക്കാനുള്ള ബുക്സുകളൊക്കെ ശേഖരിച്ച് വയ്ക്കാനുള്ള ഒരു സ്പേസും കൂടിയാണ്. ഈ ഒരു സ്റ്റോറേജ് സ്പേസിൻ്റെ കറക്റ്റ് കോമ്പിനേഷനാണ് നമ്മുടെ ഫോൾ സീലിങ്ങിലും അതേപോലെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് LED ബൾബ്സും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂടെ ഈ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. നമസ്കാരം, വെൽക്കം ടു സ്മാർട്ട് ഹോം. സർ, ഒന്ന് നമുക്ക് ഫാമിലിയെ പരിചയപ്പെടുത്താമോ? തീർച്ചയായും. എൻ്റെ പേര് കൃഷ്ണപ്രസാദ് എന്നാണ്. ഇത് ഞാൻ വർക്ക് ചെയ്യുന്നത് കോട്ടക്കൽ ആയുർവേദശാലയിലാണ്. ഇത് എൻ്റെ വൈഫ്, പേര് വിദ്യ. ഇവള് ടീച്ചറാണ്. വർക്ക് ചെയ്യുന്നത് ഇവിടെ കോട്ടയത്ത് തന്നെ കോട്ടൂർ ഹൈസ്കൂളിലാണ്. കോട്ടൂർ AKMHS എന്ന് പറഞ്ഞ ഹൈസ്കൂളിലാണ് ടീച്ചറായിട്ട് ഹൈസ്കൂളിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇത് 2 മക്കൾ. ഇത് മൂത്താളുടെ പേര് രുദ്ര. ഇത് രണ്ടാമത്തെ ആൾ ജാൻവി. പിന്നെ ഇത് അച്ഛനും അമ്മയാണ്, എൻ്റെ അച്ഛനും അമ്മയാണ്. അച്ഛൻ എക്സ് ആയുർവേദശാല ആണ്. ഇത് വൈഫിൻ്റെ അച്ഛൻ ഒരു എക്സ് മിലിറ്ററിയാണ്. ഇത് വൈഫിൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. 2 അമ്മമാരും ഹൗസ് വൈഫാണ്. ഇത്രയും ചെറിയൊരു പ്ലോട്ടിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എങ്ങനെയാണ് ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊരാളുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ച് കുറേ ആലോചിച്ച് നമുക്കിങ്ങനെ എന്തായാലും അതിലേക്ക് തീരുമാനത്തിലെത്തി. എങ്ങനെയായാലും ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ ഈ പ്ലോട്ട് എന്ന് പറയുന്നത് എൻ്റെ
ഫാദറിൻ്റെ സ്ഥലത്ത് ബാക്കിയുള്ളൊരു പ്ലോട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അച്ഛൻ എൻ്റെ പേരിൽ തരികയും അപ്പോൾ അതിലങ്ങനെ ഒരു വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. സ്ഥലം വാങ്ങിയൊരു വീട് വെക്കേണ്ടത് ഇന്നത്തെ കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ഇതില്ല ഉണ്ടായിട്ടില്ല. എലിവേഷനിലേക്ക് നോക്കുമ്പം ഒരു ട്രഡീഷണൽ പാറ്റേണിലാണ്, എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് കയറുമ്പം അതൊരു കണ്ടംപററി പാറ്റേണിലേക്ക് മാറുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിയത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വീടിൻ്റെ കൺസെപ്റ്റ് വന്നപ്പോൾ തന്നെ രണ്ട് കൂട്ടരുടെയും എൻ്റെയും വൈഫിൻ്റെയും ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് അങ്ങനെ ട്രഡീഷണൽ ഒരു ഇതായിട്ടാണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം നമ്മൾ അതിൻ്റെ എഞ്ചിനീയറോട് പറയുകയും അപ്പോൾ അദ്ദേഹം അത് സാക്ഷാത്കരിച്ച് തരികയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുമ്പോൾ അതേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം പുറത്തതൊരു വ്യൂ ഒരു ട്രഡീഷണൽ ആയെങ്കിലും അകത്ത് വന്ന് നമ്മൾ കാണുമ്പോൾ അത് അപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷണൽ വേണ്ട, ഒരു കുറച്ചൊരു മോഡേൺ ടൈപ്പിൽ ചെയ്യണം എന്നുകൂടിയും പറയണ്ടായിരുന്നു. അപ്പോൾ അതും നിങ്ങൾക്ക് സാക്ഷാത്കരിച്ച് തന്നു. ഒരു വീട് വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ? എന്തൊക്കെയായിരുന്നു സാറിൻ്റെ റിക്വയർമെൻറ്റ്സ്? നമ്മുടെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് സ്ഥല പരിമിതി ആകെ 3 സെൻറ്റിൽ ഉണ്ടാക്കിയ ഒരു വീടാണിത്. അപ്പോൾ അതിൽ 3 ബെഡ്റൂം ഉൾക്കൊള്ളിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 4 പക്ഷേ 4 ഒരു സൗകര്യം ഇതിൽ ഇല്ലാത്തതുകൊണ്ട് 3 ബെഡ്റൂം, അത് അത്യാവശ്യം വലിപ്പം സൈസുള്ളൊരു ബെഡ്റൂം ആയിരിക്കണം എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ അതും അതേമാതിരി തന്നെ വരെയുണ്ടായി. പിന്നെ അറ്റാച്ച്ഡ് എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ആവണം, ഉള്ളിൽ തന്നെ കാരണം പുറത്തൊരു ബാത്റൂമിനുള്ള ഒരു സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഒരു കോമൺ കൂടിയും ഉള്ളിൽ വേണം എന്നുള്ളൊരു ആഗ്രഹം പറയുണ്ടായിരുന്നു. പിന്നെ കിച്ചണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒതുങ്ങിയ ഒരു കിച്ചൺ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കാരണം ഒന്നാമത് അതിനുള്ള സ്ഥലം നമുക്ക് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ അതും അതിൽ ഒതുങ്ങി ഒരു കിച്ചണാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ മാമിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്ന റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയായിരുന്നു? എൻ്റെ ഭാഗത്തെന്ന് പറയുമ്പം ഈ പറഞ്ഞ തന്നെ ചെറിയൊരു സ്പേസ് ആണ്. ആ സ്പേസിൽ മാക്സിമം എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീട്. അതിൽ മെയിൻ നമ്മുടെ ഒരു ഹിന്ദു കൾച്ചർ പ്രകാരമാണ് പൂജാ റൂം ഉള്ളത്. പൂജാ റൂമിലായിട്ടൊരു സ്പേസ് നമുക്ക് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഇങ്ങനത്തെ ഒരു ഏരിയയിൽ നമ്മുടെ ഒരു കിഴക്ക് വശം എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ ഒരു പൂജാ റൂം സെറ്റ് ചെയ്തത്. അപ്പം അതിന് വേണ്ട ഒരു കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാത്തിനും കുറച്ചൊരു യുണീക്നെസ് എല്ലാത്തിനും വേണം. പിന്നെ ചെറിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ മാക്സിമം സ്പേസ് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കളറും ഒക്കെ അങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാര്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള രണ്ടുപേരും ചെയ്തിട്ട്. ഇപ്പോൾ കിച്ചണിലേക്ക് വരുമ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ചേച്ചിയായിരിക്കും. അപ്പോൾ നമുക്ക് കിച്ചണിനെ കുറിച്ച് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നോ? കിച്ചണിൻ്റെ കേസിൽ തന്നെ അതായത് നമുക്ക് ചെറിയ സ്പേസിൽ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന, അതായത് ഒരിക്കലും ഒരു ഷോർട്ട് വന്നു എന്നുള്ളൊരു തോന്നൽ വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അതെ അങ്ങനത്തെ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു വീട് വയ്ക്കുമ്പം എല്ലാവരും ഒരുപാട് വെല്ലുവിളികൾ നേരിടാറുണ്ട്. ഇത്തരത്തിലൊരു വീട് വയ്ക്കുമ്പോൾ ചേട്ടൻ എന്തെങ്കിലും വെല്ലുവിളി നേരിട്ടിട്ടുണ്ടോ? വെല്ലുവിളി എന്ന് പറഞ്ഞാൽ പ്രധാന വെല്ലുവിളി എന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതിയാണ് പ്രധാന വെല്ലുവിളി നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് പ്ലാനൊക്കെ നമ്മൾ ആദ്യം കാണുന്നുണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താ വെച്ചാൽ അവൻ്റെ സംശയം ഉണ്ടായിരുന്നു, ഇതിൽ ഈ 3 സെൻറ്റിൽ നമുക്കങ്ങനെ നമ്മൾ ആഗ്രഹപ്രകാരം ഒരു വീട് നിർമ്മിക്കാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് ലാസ്റ്റ് എത്തിയപ്പോഴേക്കും നമുക്കത് സ്വപ്നം സാക്ഷാത്കരിച്ചു തന്നെ പറയാം. നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമ്മൾ ആഗ്രഹപ്രകാരമുള്ളൊരു വീടാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മൂത്ത മോള് രുദ്ര. അപ്പോൾ മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 4ാം ക്ലാസ്സിലാണ്. ഈ വീട്ടിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതാ? റൂം, കിഡ്സ് ബെഡ്റൂം ആണല്ലേ. ഒരുപാട് ടോയ്സ് ഒക്കെ ഉള്ളത് കൊണ്ടാണോ ആ സ്പേസ് ഇഷ്ടം? ഈ ഒരു വീടിനെ മറ്റു വീടുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമ്മുടെ മുകളിലെ നിലയിൽ 3 ബാൽക്കണീസ് ആണുള്ളത്. 2 റൂമിൽ നിന്നുള്ള ഒരു വേയും പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ബാൽക്കണിയും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്? അതിൽ 3 ബാൽക്കണിയിൽ വലിയ ബാൽക്കണി എന്ന് പറയുന്നത് കിഡ്സ് റൂമിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ അത് നമ്മളങ്ങനെ ആദ്യം അങ്ങനെ അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഓപ്പൺ ഡ്രസ്സ് ആയിരുന്നു അവിടെ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ പ്ലാനൊക്കെ വന്ന് ചിന്തിച്ചപ്പോൾ എന്തായാലും 2 കുട്ടികളാണ്. അപ്പോൾ അവർക്കൊന്ന് സ്റ്റഡി ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലോ ഒന്ന് കാറ്റോ ഒക്കെ വെളിച്ചമൊക്കെ വരുന്നൊരു തുറസായ സ്ഥലമാണെങ്കിൽ കൂടെ അത് കുറച്ചുകൂടി സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഏരിയ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് മൊത്തം കവർ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് രാത്രി വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. ഇപ്പോൾ കുട്ടികളാണെങ്കിലും അവർക്ക് ധൈര്യമായിട്ട് അവിടെ പോയി ഇരുന്ന് പഠിക്കുകയും കളിക്കുകയും എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താ വെച്ചാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് രാത്രിയോ ഒന്ന് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണേ, പുറത്തേക്കുള്ളൊരു വ്യൂ അവിടെ നിന്ന് ജസ്റ്റ് എന്തെങ്കിലും സംസാരിക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് മെയിൻ മുകളിലത്തെ ലിവിംഗ് എന്നുള്ളൊരു ബാൽക്കണിയാണ് പിന്നെ ഉള്ളത്.
അതും തന്നെ നമുക്ക് ഫ്രീ ഏരിയയിൽ അങ്ങനെ ടി വി സെറ്റ് ചെയ്തിരിക്കുന്ന മുകളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യൂ ടി വി അവിടെ നിന്ന് കാണാം, ടി വി അവിടെ നിന്ന് കാണാം, കാറ്റും ഒക്കെ കൂടുതലും ചെയ്യാൻ വേണ്ടി കാഴ്ചപ്പാട് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാറിൻ്റെ അച്ഛനാണ് ഉണ്ണികൃഷ്ണൻ അല്ലേ? അപ്പോൾ മകന് ഇത്രയും വലിയൊരു വീട് വളരെ സക്സസ്ഫുൾ ആയിട്ട് പണിതിരിക്കുകയാണ്. അപ്പോൾ എന്താണ് സാറിന് ഇപ്പോൾ തോന്നുന്നത്? അല്ല, മകൻ അങ്ങനെ ഒരു വീട് ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹം വന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഞാനൊരു വീട് ഇവിടെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. ഓ, ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അത്രയും സ്ഥലം മകന് ഞാൻ കൊടുത്തു. അയാളുടെ അധ്വാനത്തിൻ്റെ ഇതുകൊണ്ട് ഒരു വീടുണ്ടാക്കി. അത് നല്ലൊരു വീടാവണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ സ്ഥലമാണെങ്കിൽ എല്ലാ സൗകര്യം ആ വീട്ടിലുണ്ടാവണം, അവർക്ക് ഇനി മേലാളിക്കൊരു ബുദ്ധിമുട്ട് വരരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശത്തിൽ എല്ലാം പ്ലാൻ അവരുതാണ്. അവർ പറഞ്ഞു അതേമാതിരി വീട് എല്ലാത്തിനും ഒന്ന് നിന്നു. അതെ. മകളും ഫാമിലിയും വളരെ ഹാപ്പി ആയിട്ട് ഈ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നം അവർക്ക് സാക്ഷാത്കാരമായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സാറിന് എന്താ തോന്നുന്നത്? അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഇത് പ്ലാൻ ഉണ്ടാക്കിയ സമയം മുതൽ പ്ലാൻ മനസ്സിൽ വന്ന സമയത്ത് തന്നെ പ്ലാൻ കൊണ്ട് ഞങ്ങളെ കാണിക്കാറുണ്ടായിരുന്നു. ഞങ്ങളാൽ കഴിയുന്ന നമുക്ക് തോന്നുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും എല്ലാ കാര്യങ്ങളും അത് ഉൾക്കൊള്ളാൻ ഇവരും ബിൽഡർ, അതായത് ഇതിൻ്റെ എഞ്ചിനീയറുമായിട്ട് വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. അങ്ങനെ അവർ നല്ല പല സമയങ്ങളിലും ഘട്ടങ്ങളിലും നമുക്ക് കഴിയുന്ന എങ്ങനെയാണ് വേണ്ടതെന്നുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവർ താമസിക്കുന്നു, ഇതിലും വലിയൊരു സന്തോഷം നമുക്ക് വേറെ ജീവിതത്തിലില്ലല്ലോ. എല്ലാവരും അവനവൻ്റെ കാലിൽ സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കുക എന്നുള്ളത് അതിന് സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ എല്ലാവരുടെയും തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഇന്ന് നമ്മൾ കണ്ടത് പുണർദം എന്ന വീടിൻ്റെ വിശേഷങ്ങളായിരുന്നു. ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതിയ വീടുമായി ഞാൻ വരും. അതുവരയ്ക്കും ദിസ് ഇസ് മീ മേഘ. ഐ ആം സൈനിങ് ഓഫ്.